Why miracles are normal? So simple. We are born into the kingdom of God. നമ്മൾ അവൻ്റെ രാജ്യത്തിനകത്തേക്ക് ജനിച്ചിരിക്കുക. ഒന്ന് കൈയടിച്ചൊരു ആമേൻ പറ. ഞാൻ അവൻ്റെ രാജ്യത്തിലാണ്. Most of our Christians' life is like a religious life. മതപരമായിട്ട് ക്രിസ്തീയത നമ്മൾ കാണുന്നത്. ക്രിസ്തീയത എന്ന് പറയുന്ന ഒരു മതമല്ല. അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, ഒരു മതത്തിലേക്കല്ല നിങ്ങൾ വന്നിരിക്കുന്നത്. When you are listening the gospel of God, that is an invitation for a relationship. യേശുവിനെ കുറിച്ച് നിങ്ങൾ കേൾക്കുമ്പോൾ അത് ഒരു ബന്ധത്തിലേക്കുള്ള ഇൻവിറ്റേഷൻ ആണ്. When you started to believe in Christ, യേശുവിൽ നിങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ആ കുടുംബത്തിലെ അംഗമായി തീരുകയാണ്. ഞാനും അന്നുമോളും തമ്മിലുള്ള ബന്ധം മതപരമല്ല. എന്നെ വിളിക്കും അപ്പനും മോളും തമ്മിലുള്ള ബന്ധമാണ് എന്ന് പറഞ്ഞാൽ എന്നെ സ്വർഗീയ കുടുംബത്തിലെ അംഗമാക്കിയ ദിവസമാണ് വാസ്തവത്തിൽ യേശുവിൽ വിശ്വസിച്ച ദിവസം. ഞാനൊരു മതത്തിലല്ല പ്രവേശിച്ചേ എന്ന് പറഞ്ഞേ, ഞാനൊരു മതത്തിലല്ല, കര ഉയർത്തിയെന്ന് പറഞ്ഞേ, ഞാനൊരു മതത്തിലല്ല ഞാൻ പ്രവേശിച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു ഫാമിലിയിലാണ്. ഉറക്കെ പറ, ഒരു ഫാമിലിയിലാണ്. ഓ ലവ് യു ജീസസ്. ഒന്നും കൂടെ കര ഉയർത്തി പറഞ്ഞേ, ഞാനൊരു ചട്ടക്കൂടുള്ള മതത്തിനകത്തല്ല, പകരം ഞാനൊരു ഫാമിലിക്കകത്താണ് പ്രവേശിച്ചിരിക്കുന്നത്. ഓ കൈകളടിച്ചൊരു ഹല്ലേലൂയ പറ. നിങ്ങൾ ചിലപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് ആൾ, കർത്താവേ എനിക്ക് സമ്പത്ത് തരണേ, സംതിങ് റോങ് വിത്ത് യു. കർത്താവേ എന്നെ ഉയർത്തണേ, സംതിങ് റോങ് വിത്ത് യു. ദൈവമേ എന്നെ ഉയർത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മതഭക്തക്കാരാണ്. ദൈവമേ എന്നെ രക്ഷിക്കണേ എന്ന് പറയുന്നത് മതഭ്രാന്തന്മാരാണ്. ദൈവമേ എന്നെ സമ്പത്ത് തരണമെന്ന് പറയുന്നത് മതത്തിനകത്തായതുകൊണ്ടാണ്. ഞാനൊരു വീട്ടിൽ കയറിയിരിക്കുക, ഒരു പുതിയ ഭവനത്തിനകത്ത് അംഗമായിരിക്കുക. ആ ഭവനത്തിലുള്ളതല്ല എൻ്റെയാണ്. മതമാണ് പറയുന്നത് പ്രാർത്ഥിച്ചാൽ കാശ് കിട്ടുമെന്ന്. എന്നാൽ യേശു പറയുന്നത് നീ എൻ്റെ വീട്ടിലെ ആള്, എനിക്കുള്ളതെല്ലാം നിനക്കുള്ളതാണ്. ദൈവമേ എന്നെ ഉയർത്തണേ, ദൈവമേ എന്നെ രക്ഷിക്കണേ, ദൈവമേ എന്നെ സാമ്പത്തിക അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ മതത്തിനകത്താണ്. We are not get into a religion, but we are getting into a family relation. ഓ ഒന്ന് കൈ അടിച്ചൊരു ആമേൻ പറഞ്ഞേ. അടുത്തിരിക്കുന്നവരോട് കൈ കൊടുത്ത് പറ, നീ ഒരു മതത്തിലല്ല, ഒരു ബന്ധത്തിലാണ്. ആ ബന്ധത്തിൽ നൽകുന്ന സകല നന്മകളും അത് എനിക്ക് കിട്ടിയ ദാനമല്ല, that is my എൻ്റെ അവകാശങ്ങളാണ്. Are you listening? അടുത്തിരിക്കുന്ന ആളെ ദയത്ത് തട്ടിയിട്ട് പറയും, മതമൊക്കെ പൊട്ടട്ടെ എന്ന് പറ. ദൈവമേ എന്നെ വീഴാതെ, അല്ലെ എന്നെ കർത്താവേ എന്നെ രക്ഷിച്ചോളണേ. ഓ ഈ പറയുന്ന ആളുകളെല്ലാം മതക്കാരാണ്. ഞാൻ ഒരു രാജ്യത്ത് ഒരു ശുശ്രൂഷ കാണാനായി പോവുക. ഞാൻ ആദ്യം ചിന്തിച്ചത് എൻ്റെ ഭാര്യയാണ്. നിങ്ങളെയല്ല ഞാൻ ചിന്തിച്ചത്, എൻ്റെ മക്കളെയാണ് ഞാൻ ചിന്തിച്ചത്. വൈ? ദാറ്റ് ഈസ് കോൾഡ് റിലേഷൻ. എനിക്കുള്ളതിൽ നിന്ന് എല്ലാം പങ്കുവെക്കാൻ ഞാൻ റെഡിയാ. നിങ്ങൾക്കല്ല, എൻ്റെ മക്കൾക്കാണ്. ഞാൻ ആ വലിയ കുടുംബത്തിലെ അംഗമായ ദിവസമാണ്. Do you know what is mean by faith? വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? ഞാൻ ആ വീട്ടിലെ ആളാണെന്നും ആ വീട്ടിലെ ആളായതുകൊണ്ട് ആ വീട്ടിലുള്ളതെല്ലാം എൻ്റെ ആണെന്നും എനിക്ക് മനസ്സിലായിട്ട്, കണ്ണിൽ കാണാനില്ലെങ്കിലും ആ വീട്ടിലുണ്ട്, ആ വീട്ടിലെ ആളാണെന്ന ബോധ്യത്തിൽ ആ അടിസ്ഥാനത്തിൽ ഞാൻ ജീവിക്കാൻ തുടങ്ങുന്നതിനെ വിശ്വാസം എന്ന് വിളിക്കുന്നത്. ഏതിനെ വിശ്വാസം എന്ന് വിളിക്കുന്നേ? പറ, ഉറക്കെ പറ.
എൻ്റെ പോക്കറ്റിൽ ഒന്നും ഇല്ലാതെ എനിക്ക് എന്തെങ്കിലും കൊടുക്കാനായി ശ്രമിക്കുമോ നമ്മൾ ആരെങ്കിലും? ഒരു ദൈവവൃത്യൻ ചെയ്തത്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒന്നുമില്ല, പോക്കറ്റിൽ പോലും പൈസ ഇല്ല. അദ്ദേഹത്തിന് മഹാരാഷ്ട്രയിലെ ഒരു സുവിശേഷ പ്രസംഗത്തിന് പോകണം. അദ്ദേഹം പോയി എവിടെ ക്യൂ നിന്നു? റെയിൽവേ സ്റ്റേഷനിലെ ടിക്കറ്റ് എടുക്കുന്നിടത്ത് ക്യൂ നിന്നു. നമ്മൾ ആരെങ്കിലും നിൽക്കുമോ? പോക്കറ്റിൽ പൈസ തരുന്നവരെ നോക്കുമോ? അദ്ദേഹത്തിൻ്റെ മുമ്പിൽ 5 പേരുണ്ട്. അപ്പോഴൊന്നും സംഭവിച്ചില്ല. 2 പേരായി, 3 പേരായി. അവസാനത്തെ ആളിൽ അദ്ദേഹം പോക്കറ്റിൽ നിന്ന് ഒന്നുമില്ലാതെ അകത്തേക്ക് കൈനീട്ടുവാണ്. നിങ്ങൾ ചെയ്യുമോ? കൈനീട്ടിയ സമയത്ത് അകത്തിരിക്കുന്നയാൾ ആ പാസ്റ്റർ പേര് വിളിച്ചിട്ട് പറഞ്ഞു, പാസ്റ്റർ എവിടേക്ക് പോന്നു? അതിനകത്തിരിക്കുന്നയാൾ അദ്ദേഹത്തെ അറിയുന്നയാളായിരുന്നു. അദ്ദേഹം പറഞ്ഞു എനിക്ക് മഹാരാഷ്ട്ര പോകണം. സാർ ഞാൻ ടിക്കറ്റ് എടുത്തേക്കാം, സാർ എടുക്കണ്ട. ദാറ്റ് ഈസ് കോൾഡ് ഫെയ്ത്ത്. ഞാൻ പാസ്റ്റർ ക്രിസ്റ്റിൻ്റെ അടുക്ക ചെന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു ഉദാഹരണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അദ്ദേഹം $10 ലക്ഷം എണ്ണുകയാണ്. അത് അവർക്കുണ്ടായ കളക്ഷനിൽ നിന്ന് $10 ലക്ഷം, ചെറിയ സംഖ്യയാണ്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു 7 8 എണ്ണ കമ്പനികളുണ്ട്. അതെല്ലാം സുശേഷ വിലയ്ക്കാണ് ഉപയോഗിക്കുന്നത്. അത് പോട്ടെ, ലീവ് ഇറ്റ്. ഞാൻ എൻ്റെ കണക്ക് പറഞ്ഞ് തെറ്റിപ്പോയെങ്കിൽ ക്ഷമിച്ചാട്ടെ. നോക്കുക, $10 ലക്ഷം എണ്ണുകയാണ്. പക്ഷേ എണ്ണിപ്പോൾ $1 ലക്ഷം കുറവുണ്ട്. മെഷീന് വില തെറ്റും പറ്റുമോ? അദ്ദേഹം പറഞ്ഞു ഒന്നും കൂടെ എണ്ണാൻ പറഞ്ഞു. അവരൊന്നും കൂടെ എണ്ണി 9 ലക്ഷം, 1 മില്യണില്ല, 9 ലക്ഷമേ ഉള്ളൂ. അദ്ദേഹം പറഞ്ഞു ഒന്നും കൂടെ എണ്ണാൻ പറഞ്ഞു. അദ്ദേഹം അടുത്ത വാചകം പറഞ്ഞു എനിക്ക് ഇഷ്ടമായി, 10 ലക്ഷം, 1 മില്യൺ ആവുന്നവരെ എണ്ണാൻ പറഞ്ഞു. അങ്ങനെ എണ്ണിയെ കൂടുവോ? Tell me. അങ്ങനെ എണ്ണിയ പൈസ കൂടുവോ? പറ. എനിക്ക് ഒരു 10 ലക്ഷം രൂപയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ട് എൻ്റെ കയ്യിൽ 9 ഉള്ളൂ. ഞാൻ വീണ്ടും എണ്ണിയെ കൂടുവോ? കൂടത്തില്ല. ദാറ്റ് ഈസ് അവർ തിയോളജി. അദ്ദേഹം പറയുന്ന 3 4 5 6 എണ്ണിക്കൊണ്ടിരുന്നപ്പോൾ കുറേശ്ശെ പൈസ കൂടാൻ തുടങ്ങി. അതെന്തായിരിക്കും കാരണം? We are just connected to the family relation, family blessing. ഞാൻ എൻ്റെ അനുഗ്രഹം സ്വർഗീയമായ കാണുന്നത്. റിസോഴ്സസ് ഇവിടെയാണ്. റിസോഴ്സസ് സ്വർഗമാ. ഇവിടെ മെറ്റീരിയലൈസ് ചെയ്യേണ്ടതിന് വിശ്വാസം വേണ്ടത്. കുറച്ച് കട്ടിയായിപ്പോയെന്ന് എനിക്കറിയാം. സ്വർഗത്തിലുള്ള ധനം ഈ ഭൂമിയിൽ മെറ്റീരിയലായി കയ്യിൽ കിട്ടേണ്ടതിന് വിശ്വാസം വേണ്ടേ? നിങ്ങൾ നിന്നുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞൊരു വാക്യം എടുത്തേ. അപ്പോസ്തല മാർക്കോസ് സുവിശേഷം 16-ാം അധ്യായം, ഇരിക്കണ്ട നിങ്ങൾ 2 മിനിറ്റ് കൂടെ നിന്നാട്ടെ. 16-ാം അധ്യായം 17-ം വാക്യം. വിശ്വസിക്കുന്നവരാൽ, ആ വാക്യം എടുത്ത് എല്ലാവരും, നിങ്ങൾ ബൈബിൾ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ ഐ എം റിയലി സോറി അബൌട്ട് യു. വായിച്ചാട്ടെ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. ഒന്നും കൂടെ വായിക്കേ. വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും. അടുത്ത വാക്ക്, എന്റെ നാമത്തിൽ ഭൂതങ്ങൾ പുറത്താക്കും. ഇതിനകത്ത് 99% ക്രിസ്ത്യാനികൾ ഇതിനെ ഒരു പ്രോമിസ് ആയിട്ടാണ് കാണുന്നത്. ഇറ്റ്സ് നോട്ട് എ പ്രോമിസ്. ഇത് വാഗ്ദത്തമല്ല. അടുത്തിരിക്കുന്ന ആളെ കൈ കൊടുത്തിട്ട് പറഞ്ഞേ, ഇത് ഒരു വാഗ്ദത്തമല്ല. ഇതൊരു വാഗ്ദത്തമല്ല. പിന്നെ എന്താണ്? ഇറ്റ്സ് എ സ്റ്റേറ്റ്മെന്റ്. എന്താണ് ആ സ്റ്റേറ്റ്മെന്റ് ഉദ്ദേശം? ആരെങ്കിലും ദൈവമക്കളായാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം അയാളുടെ പുറകെ സഞ്ചരിച്ചേ ഒക്കത്തുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം ദുബായി ചെന്നപ്പോൾ 2021 ഞങ്ങൾ ഒരുമിച്ച് ചർച്ചിലെ വിശ്വാസികളായിട്ട് എടുത്തൊരു ഫോട്ടോ കണ്ടു. അതിനകത്ത് ഞാൻ ജോഹമോനെ നോക്കുക. അവനെ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവൻ ക്ലീൻ ഷേവ് ചെയ്ത പോലെ ഇരിക്കുക, ഒരു രോമം പോലും ഇല്ല. ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ കാടും പടലും ആയിരിക്കും അവൻ്റെ താടി, മുഖമെല്ലാം. അപ്പോൾ ആ രോമം അവിടെ ഇല്ലായിരുന്നു നേരത്തെ. ഇറ്റ് വാസ് ദേർ. പ്രായമായപ്പോൾ പുള്ളിയെ തടഞ്ഞു വയ്ക്കാൻ ആർക്കും പറ്റിയില്ല. പുള്ളി പുറത്ത് ചാടി. റൈറ്റ് ടൈം ആയപ്പോൾ ഈ രോമത്തിന് അവിടെ നിൽക്കാൻ പറ്റുന്നില്ല. അതെന്ത് ചെയ്തു? അത് തനിയെ പുറത്തു വന്നു. അതിനെ ആരും പുറത്ത് കൊണ്ടുവരാൻ ശ്രമിച്ചില്ല. ആരും ആ രോമം ഒരാൾ പ്ലക്കർ കൊണ്ട് വലിച്ചെടുത്ത് പുറത്ത് കൊണ്ടുവന്നില്ല. പ്രായം വരാൻ തുടങ്ങിയപ്പോൾ അത് തനിയെ പുറത്ത് വരാൻ തുടങ്ങി. Are you listening? ഇവിടെ പറയുന്നത്, നീ വിശ്വാസിയാണെങ്കിൽ എന്ത് സംഭവിച്ചേ ഒക്കത്തുള്ളൂ. ഇതെല്ലാം നിന്നിൽ ഉണ്ടായേ ഒക്കത്തുള്ളൂ. ഇത് ഉണ്ടായേ ഒക്കത്തുള്ളൂ. നിന്നിൽ ഒഴുകിയേ ഒക്കത്തുള്ളൂ. ഇത് പ്രോമിസ് അല്ല, നിന്റെ ഐഡന്റിറ്റിയാണ്. നീ അങ്ങനെ ആണെങ്കിൽ നീ നിനക്ക് ഇങ്ങനെ ഉണ്ടായേ ഒക്കത്തുള്ളൂ. നീ ഇങ്ങനെയാണെങ്കിൽ നിനക്ക് ഇങ്ങനെ സംഭവിച്ചേ ഒക്കത്തുള്ളൂ. ഓ, കൈ അടിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ.
അടുത്തിരിക്കുന്നവരോട് പറ, നിങ്ങൾ ആരാന്നറിയാവോ? നിങ്ങൾ ആരാന്നറിയാവോ? സത്യത്തിൽ കുറച്ചും കൂടെ മെച്ചമാ നിങ്ങൾ പിശാചിനേക്കാളും. റിയലി നമുക്ക് അവിടെ എഴുതിയിരിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്ന ഒരാൾ ഈ അടയാളം നടക്കും. ആദ്യത്തെ അടയാളം പുള്ളിയോട് പോടാന്ന് പറഞ്ഞാൽ അവർ കേൾക്കുമെന്ന് എന്ന് പറഞ്ഞാൽ പുള്ളി എൻ്റെ കീഴിലല്ലാത്തിടത്തോളം കാലം ഞാൻ പറഞ്ഞാൽ കേൾക്കത്തില്ല. ഇസ് ഇറ്റ് റൈറ്റ് ഓർ നോട്ട്? പിശാചിനോട് നീ ഭൂതങ്ങളെ നീ പുറത്താക്കുമെന്ന് നീ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് കൂടിയിട്ടുള്ള ഭൂതത്തോട് പോടാ അങ്ങോട്ടെന്ന് പറഞ്ഞാൽ പുള്ളി കേൾക്കുമെന്ന് എന്ന് പറഞ്ഞാൽ നിന്റെ മുമ്പിലുള്ള പ്രശ്നത്തോട് മാറിട എന്ന് പറഞ്ഞാൽ അനുസരിക്കുമെന്ന്, നിന്റെ മുമ്പിലുള്ള പ്രതിസന്ധിയോട് മാറി നിൽക്കണമെന്ന് പറഞ്ഞാൽ കേൾക്കുമെന്ന്. That means we are just beyond the demon. പിശാചിനൊക്കെ കുറച്ച് മുകളിലാണ് ഞാൻ ഇരിക്കുന്നത്. നിങ്ങളൊന്നും തുള്ളിച്ചാടിയില്ലല്ലോ. ഒന്ന് തുള്ളിച്ചാടി ആമേൻ പറഞ്ഞേ. Come on. അതെന്തുകൊണ്ടാ? We are in the family. നമ്മൾ സ്വർഗീയ ഫാമിലിക്കാരാ. സ്വർഗീയ ഫാമിലിയാണ് ഈ ഭൂമിയെ റൂൾ ചെയ്യേണ്ടത്. We are called to be rulers. ആരാലും നിയന്ത്രിക്കപ്പെടുന്ന ഒരാളോ ആരാലും ഭരിക്കുവാനോ അല്ല ദൈവം എന്നെ വിളിച്ചിട്ടുള്ളത്. ഞാൻ ചിലതിനെ നിയന്ത്രിക്കാൻ, ഞാൻ ചിലതിനെ ഭരിക്കാൻ. ജസ്റ്റ് നിങ്ങളന്ന് ഇരിക്കുന്ന കസാരയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മെല്ലെ നടന്നിട്ട് പറ, അനുഗ്രഹങ്ങൾ എൻ്റെ പുറകെ നടക്കും, അടയാളങ്ങൾ എൻ്റെ പുറകെ നടക്കും. വിശ്വസിക്കേ പറ, നടന്നോണ്ട് പറ, അത്ഭുതങ്ങൾ എൻ്റെ പുറകെ സഞ്ചരിക്കും. Miracles will follow me. Oh, miracles will follow me. Ratana rana sakarana ko. അടുത്തിരിക്കുന്നവരോട് പറ, നീ തന്നെ ഒരു അത്ഭുതമാണ്. കാരണം നിന്നിൽ നിന്നാണ് അത്ഭുതങ്ങൾ ഒഴുകുന്നത്. നീ തൊട്ടാൽ ഭൂതങ്ങൾ പോകും, നീ തൊട്ടാൽ രോഗികൾ സൗഖ്യമാകും. You are a miracle. അതുകൊണ്ട് യെശയ്യാവ് 8:18 മലയാളത്തിലല്ല ഞാൻ വായിക്കുന്ന, ഇംഗ്ലീഷാണ്. മലയാളത്തിൽ കുറച്ചും കൂടെ നല്ല, നമുക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കുക ഇംഗ്ലീഷാണ് എളുപ്പം. ലിസൺ കെയർഫുള്ളി ആൻഡ് I and the children who the Lord has given me are for signs and wonders. That means I am the sign for this world. ഞാൻ ഈ ലോകത്തിനൊരു അടയാളമാണ്. നിന്റെ വീടിന് നീ ഒരു അടയാളമോ, നിന്റെ പട്ടണത്തിന് നീ ഒരു അടയാളമോ, നിന്റെ ദേശത്തിന് നീ അടയാളമോ, നിന്റെ രാജ്യത്തിന് നീ അടയാളമോ, ഈ രാജ്യങ്ങൾക്ക് നീ അടയാളമോ. ആരുടെയും മുമ്പിൽ എന്നെ തലകുനിക്കാൻ വിടല്ലേ. എടയാ, നിന്നെ നോക്കുന്ന ആളുകൾ പറയും വാവ് എന്ന് പറയണോന്ന്. അതാ എഴുതി വെച്ചിരിക്കുന്നേ. You are a sign. നീ ഒരു അടയാളമാണ്. നീ അടഞ്ഞുപോയൊരു അധ്യായമല്ല, ആളുകൾക്ക് കാണുമ്പോൾ ഓ എന്ന് പറയുന്ന ഒരു അടയാളമാണ് നീ. You are a sign. അനേകർക്ക് ദൈവം ഇങ്ങനെ ചെയ്യുമെന്നതിൻ്റെ അടയാളമാണ് നീ. അനേകർക്ക് ദൈവത്തിന് ഇങ്ങനെയും ചെയ്യാമെന്നതിൻ്റെ അടയാളമാണ് നീ. നാട്ടിൽ ഇപ്പോൾ നിന്നെ നോക്കുമ്പോ കൈയടിക്കാൻ പോയിട്ട് എന്താന്ന് ചോദിക്കുന്നില്ലേ, അവർക്ക് നീ അടയാളമാണ്. നാട്ടിൽ നീ ചോദിക്കുന്നില്ലേ പാണ്ടെന്താ മാറാത്തെന്ന് ചോദിക്കുന്നില്ലേ, അവർക്ക് നീ അടയാളമാണ്. എന്താ നിന്റെ തടി കുറയാത്തെന്ന് ചോദിക്കുന്നില്ലേ, അവർക്ക് നീ അടയാളമാണ്. You are a sign. Yes, Lord. നിന്റെ ഭർത്താവ് എന്താ മാറാത്തെന്ന് ചോദിക്കുന്നില്ലേ, അവർക്ക് നീ അടയാളമാണ്. നീ അനേകർക്കൊരു അടയാളമാക്കി വെച്ചിരിക്കുക ദൈവം. അടുത്തിരിക്കുന്നവരോട് പറ, ഞാൻ മകനാണ്, എൻ്റെ വീട്ടിലുള്ളതെല്ലാം എനിക്കുള്ളതാണ്. അത് കിട്ടാൻ വേണ്ടി ഞാൻ ഉപവാസം ഇരിക്കേണ്ട. ഒരു വാക്കം പറയട്ടെ. അപ്പോസ്തലപ്രവൃത്തി 2:42 മുതൽ വായിച്ചാൽ അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം ഉപവാസം ഇരുന്നു എന്നല്ല, അപ്പം നുറുക്കിയെന്നാണ്.
അവർ തിന്നും കുടിച്ചു വരുന്നു എന്നാണ് എഴുതിയിരിക്കുന്നേ. ഇവിടെ എന്തെങ്കിലും കിട്ടണമെങ്കിൽ വയറ് പട്ടിണി കിട്ടണമെന്നാ പഠിപ്പിക്കുന്നേ. നീ നന്നായി കഴിച്ചിട്ട് എന്തെങ്കിലും കർത്താവിനോട് ചോദിക്കാൻ തരും. ഒന്ന് കൈയടിച്ച് കർത്താവിനെ സ്തുതിച്ചേ. ഒരിക്കൽ കൂടുന്ന കരമുയർത്തി പറ, ഞാൻ അവൻ്റെയാണ്, ഞാനൊരു സൈനാണ്, ഞാനൊരു അടയാളമാണ്, ഞാനൊരു അടയാളമാണ്, അനേക ആയിരങ്ങൾക്കുള്ള അടയാളം. അടയാളമാകാൻ പോകുകയല്ല, ഞാനാണ്, ഞാനാണ്, ഞാൻ അടയാളമാണ്, ഞാൻ അടയാളമാണ്. പറ, ഞാനൊരു അടയാളമാണ്. കൈകളിടിച്ച് കർത്താവിനെ സ്തുതിക്ക്. ശബ്ദം ഉയർത്തി പറ, ഞാനൊരു അടയാളമാണ്, ഞാൻ ദേശത്തിനൊരു അടയാളമാണ്. ധൈര്യമുണ്ടോ പറയാൻ? നമ്മുടെ കുഞ്ഞുങ്ങളില്ല എന്ന് പറയുന്ന മോളുടെ പേരെന്നെ എന്തടി? എൻ്റെ പേര് പറയടാ. ആതിര പറഞ്ഞ ആതിര, ഞാൻ പട്ടണത്തിലൊരു അടയാളമാണ്. എൻ്റെ ചുറ്റുമുള്ളവർക്ക് ഞാനൊരു അടയാളമാണ്. ചുറ്റുമുള്ളവർക്ക് തോൽവിയല്ല, ഞാൻ അടയാളമാണ്. ഈ പാണ്ഡൻ ഉപദേശിയ നാളുകൾ പരിഹസിച്ചതിന് പകരം അതൊരു അടയാളമാകുക. ഞാനൊരു അടയാളമാണ്. കൈകളടിച്ച് കർത്താവിനെ സ്തുതിച്ചാട്ടെ. വിശ്വസിച്ച് ഞാനൊരു അടയാളമാണ്. ഞാൻ വീട്ടിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഇറങ്ങിയത് നിമിത്തം ചുറ്റുപാടും ആളുകൾ എന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു അടയാളമായി മാറുകയാണ്.